എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Hobbies Diapers. Skywave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏദൻ ഗാർഡൻ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. നിലമ്പൂർ ബൈപ്പാസ് ഇരകളോട് തട്ടിക്കയറി പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എഇയും ജീവനക്കാരും. നിലമ്പൂർ ബൈപ്പാസിന് 30 വർഷം മുൻപ് ഭൂമി വിട്ടു നൽകിയ മുക്കട്ട വല്ലപ്പുഴ നിവാസികളോടാണ് പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എഇ മോസിൻ തട്ടിക്കയറിയത്. കണ്ട പോലെ കൂട്ടിക്കോളാനും സർവേ തുടരുന്നില്ലെന്നും അറിയിച്ചു. നിങ്ങൾ പണിയെടുക്കാനാണ് ഇവിടെ ഗവൺമെന്റ് സമ്മതം തരുന്നത്. അതെ, അത് ഞങ്ങൾ വാങ്ങുന്നുണ്ട്, നല്ലോണം പണിയെടുക്കുന്നുണ്ട്. ഇത് ഞങ്ങളെ പണിയിൽ പെട്ടതല്ല കേട്ടോ. ഇത് PWDക്ക് ബിൽഡിംഗ് വിഭാഗം എന്നൊരു വിഭാഗം ഉണ്ട്. ഓല ചെയ്യണം, ഞങ്ങൾ മടക്കി കൊടുക്കും, ഞങ്ങൾ മടക്കി കൊടുത്തോളാം, ഞങ്ങൾ മടക്കി കൊടുത്തോളാം. എന്നാ പിന്നെ ഞങ്ങൾ മലപ്പുറത്ത് കൊണ്ടുവരും. ഈ തരമിനെ ഒക്കെ പറഞ്ഞത് നിങ്ങൾ വിളിച്ചു പറഞ്ഞു. നിലമ്പൂർ ബൈപ്പാസിന് 30 വർഷം മുൻപ് ഭൂമി വിട്ടു നൽകിയ മുക്കട്ട വല്ലപ്പുഴ നിവാസികളോടാണ് പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എഇ മോസിൻ തട്ടിക്കയറിയത്. കണ്ട പോലെ കൂട്ടിക്കോളാനും സർവേ തുടരുന്നില്ലെന്നും അറിയിച്ചു. എഇ ഓഫീസിൽ നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങൾ സർവേ വൈകുന്നതിലുള്ള പ്രതിഷേധം അറിയിക്കാൻ എത്തിയപ്പോഴായിരുന്നു എഇ പ്രകോപനപരമായി സംസാരിച്ചത്. ഞങ്ങൾ മുനിസിപ്പൽ PWD ഓഫീസിൽ വന്നതാണ്. ഞങ്ങൾ ഇതിന് മുന്നേ മഞ്ചേരി PWD ഓഫീസിൽ പോയി. PWD ഓഫീസിൽ പോയാൽ 20-ാം തീയതി കഴിഞ്ഞ ഈ 20-ാം തീയതി ഞങ്ങൾക്ക് ഇതിന്റെ പേപ്പറും അവിടെ ഇവർ എത്തിക്കാനുള്ള ടെലിഫോൺ മുഖേന ഞങ്ങളോട് സംസാരിച്ചു. അതായത് മഞ്ചേരി ഓഫീസർ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ കയ്യുമ്പോൾ കൊടുക്കുള്ളൂ, ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയൂല. അതായത് ഈ സർവേന്റെ പേപ്പർ എത്തിച്ചാലേ മലപ്പുറം കളക്ടർ ഓഫീസിൽ എത്തിക്കാൻ കഴിയുള്ളൂ. അവർക്ക് മലപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അത് ഇവർ എത്തിക്കുന്നില്ല. ഇവരോട് ചോദിക്കുമ്പോൾ നിങ്ങൾ സംസാരം നിങ്ങൾ കേട്ടല്ലോ, അവർക്ക് ടൈമില്ല, ഞങ്ങൾ ഇതിന് ജോലി നിർത്തിവെക്കാണ്, നിങ്ങൾ സൗകര്യം നിങ്ങൾ കണ്ടത് കൂട്ടിക്കോളി. ഇതാണ് ഈ PWD മൂസി പറഞ്ഞത്. സർവേ ഇനിയും കുറെ നടക്കാണ്ട്. ഇത് നടക്കുന്നത് ഒരു വീട് നടന്നു കഴിഞ്ഞാൽ 15 ദിവസത്തിന് പിന്നെ ഒരു വീട്ടിൽ വരുന്നില്ല. ഓര് പറഞ്ഞതാണ് ഈ 20-ാം തന്നെ. ഇപ്പൊ അവര് പറഞ്ഞ നിങ്ങൾക്ക് ഇതൊന്നും നടന്നില്ല, ജില്ലാ കളക്ടർ നുണ പറയാണ്, ഗവൺമെന്റ് പാർട്ടിക്കാർ നുണ പറയാണ്, നിങ്ങളെ പറ്റിച്ച് നടന്നു കൊടുക്കുകയാണെന്നാണ് ഈ മൂസിൻ സാർ പറഞ്ഞത്. സർക്കാർ പറ്റിക്കാണ്, കലക്ടർ പറ്റിക്കാണ്, മഞ്ചേരിയിൽ നിന്ന് പറ്റിക്കാണ്. പിന്നെ ഞങ്ങൾ ആരെ വിശ്വസിക്കണേ? തർക്കത്തിന്റെ ദൃശ്യങ്ങൾ എ+ വിഷന് ലഭിച്ചു. ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലെന്നും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രമേ സർവേ നടക്കൂവെന്നും കണ്ട പോലെ കൂട്ടിക്കോളാനും വെല്ലുവിളി ഉയർന്നതോടെ ബൈപ്പാസ് ഇരകൾ എഇയുടെ നിലപാടിനെ ചോദ്യം ചെയ്തു. ഇത് ഓഫീസിനുള്ളിൽ നേരിയ വാക്കേറ്റങ്ങൾക്ക് ഇടയാക്കി. മുപ്പത് വർഷം മുൻപ് ബൈപ്പാസിന് റോഡ് വിട്ടു നൽകിയവരാണ് ഇന്ന് ദുരിതം പേറുന്നത്. സ്വന്തം ഭൂമി വിൽക്കാനോ വായ്പ എടുക്കാനോ കഴിയില്ല. പണി 3, 4, 5 ബ്ലോക്ക് തീർന്നിരിക്കുകയാണ്. ഇനി 6, 7 2 ബ്ലോക്കാണ് ഇനി തീർക്കാനുള്ളത്. ഈ 6ാമത്തെ ബ്ലോക്കിൽ ഏതാണ്ട് 22ഓളം വീടുകളുണ്ട്. അതിൽ 10 വീടുകൾ അവർ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി 12 വീട് ജസ്റ്റ് പണിയെടുക്കാനുള്ളൂ. ഈ വർക്കൊന്ന് സ്പീഡപ്പ് ആക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ഞങ്ങൾ വന്ന് സംസാരിക്കുന്നതിന് മുൻപേ അയാൾ ഞങ്ങളോട് തട്ടിക്കയറുക ചെയ്ത്, നിങ്ങളെ വർക്ക് ഞാൻ ചെയ്യുന്നില്ല. തിരുവനന്തപുരത്ത് പോയി അന്നത്തെ MLA-ന്റെ ഒപ്പം അതെ, മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. മുഖ്യമന്ത്രി ഇതില് പ്രത്യേക പരിഗണന വെച്ചുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചോളാം, ഞാൻ പരിഗണിക്കാം എന്ന് ഞങ്ങളോട് വാക്ക് പറഞ്ഞാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി പറഞ്ഞ ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പണി ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഞങ്ങള്
ഈ ഏതൊരു കാര്യത്തിനും ഞങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ട് പേപ്പർ നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ നടക്കുന്നത്. അവരായിട്ട് ഒരു പേപ്പർ നീക്കുന്നില്ല. ഒക്കെ ഞങ്ങൾ മലപ്പുറം കളക്ടറെ അടുത്ത് പോവുക, അനുകൂലമായ മറുപടി കളക്ടറെ അടുത്തുനിന്നും പിന്നെ തഹസിൽദാരുടെ അടുത്തുനിന്നും എല്ലാം കിട്ടി. മഞ്ചേരി PW എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടുത്ത് കഴിഞ്ഞ ആഴ്ച പോയി, അദ്ദേഹം ഞങ്ങളോട് മാന്യമായിട്ട് സംസാരിച്ചത്. പക്ഷെ ഇവിടെ വന്ന് ഈ മോശൻ മാത്രമാണ് ഞങ്ങളോട് തട്ടിക്കയറി സംസാരിക്കുന്നത്. PV അൻവറിന്റെ നേതൃത്വത്തിൽ മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രി, ധനമന്ത്രി എന്നിവരെ കണ്ട് സ്ഥല ഉടമകൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് പുതിയ സർവേ തുടങ്ങിയത്. എന്നാൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലെന്ന കാര്യം പറഞ്ഞ് സർവേ നടപടികൾ അകാരണമായി നീട്ടിക്കൊണ്ടുപോവുകയാണ്. 5-6 ബ്ലോക്കുകൾ ഇനിയും പൂർത്തിയായിട്ടില്ല. മുഖ്യമന്ത്രിയും കളക്ടറും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പറയാനാണ് ധിക്കാരത്തോടെ AEയുടെ മറുപടി. അൻവർ കൊണ്ടായ പകയാണ് ഈ മൂസിൻ സാർ ഇപ്പൊ ഞങ്ങളോട് തീർക്കുന്നത്. മൂസിന് മറ്റുള്ള ആർക്കും വേണ്ടിയിട്ട് ആരൊക്കെ ചലിക്കുകയാണ്. അതായത് ആ പക വെച്ചിട്ടാണ് മൂപ്പര് സംസാരിക്കുന്നത് ഞങ്ങളോട്. ഇത് തങ്ങളുടെ ഡ്യൂട്ടിയല്ലെന്നും ഇനി സർവേ നടത്തുന്നില്ലെന്നും മറുപടി നൽകി. വൃക്ക രോഗികളും ക്യാൻസർ രോഗികളും ഉൾപ്പെടെയുള്ളവരാണ് സർവേ നടപടി പൂർത്തീകരിച്ച് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് 10:35 നിലമ്പൂരിലെ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം AEയുടെ ഓഫീസിലെത്തിയത്. AE തങ്ങളോട് അപമര്യാദയായി പെരുമാറിയെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്നും ഇവർ പറഞ്ഞു. PV അൻവറിന് ഒപ്പം മുഖ്യമന്ത്രിയെ കണ്ടതിന്റെ പേരിൽ ആർക്കോ വേണ്ടി AE നടപടികൾ വൈകിക്കുകയാണെന്ന ഗുരുതര ആരോപണവും സ്ഥല ഉടമകൾ ഉന്നയിച്ചു. A+ വിഷൻ, നിലമ്പൂർ. ഓ മൈ ഗോഡ്, വാവേ ഒരു മിനിറ്റ്. Super Absorbent. Poppy's Diapers.